നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. വള്ളം തകർന്ന് ആഴക്കടലിൽ മുങ്ങിയ വള്ളത്തിലെ 4 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. അഴീക്കോട് മുൻപത്ത് നിന്നും 2 ദിവസം മുൻപ് മത്സ്യബന്ധനത്തിന് പോയ അത്ഭുതമാതാ വള്ളമാണ് അടിഭാഗം ഫൈബർ പൊട്ടി വെള്ളം കയറിയതിനെ തുടർന്ന് ആഴക്കടലിൽ കുടുങ്ങിയത്. വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. വനം വകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിൽ എത്തിച്ചത്. പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ആർ കീർത്തി അറിയിച്ചു. തൃശൂർ പൂരം ചടങ്ങ് മാത്രമാക്കേണ്ടി വരുമെന്ന് പ്രമേയം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അംഗങ്ങളുടെ യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് എക്സിബിഷൻ ഗ്രൗണ്ടിന് വാടക വർദ്ധിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. 610 ഗ്രാം തൂക്കവുമായി 6-ാം മാസം പിറന്നു വീണ കുഞ്ഞ് ഇന്ന് ചരിത്രം കുറിക്കുന്നു. കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ 2 വയസ്സുകാരൻ. തൃശൂർ അളഗപ്പ നഗർ സ്വദേശി ശ്രേയസ് ആണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത്. ചെറുതുരുത്തി ചുങ്കത്തിൽ യുവതിയുടെ പേഴ്സ് കവർന്നു. ബസിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. പരാതിയെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി പരിയാരം മേഖല വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ ലോൺ തട്ടിപ്പെന്ന് ആക്ഷേപം. തന്റേതടക്കം 11 പേരുടെ വ്യാജ ഒപ്പിട്ട് പ്രദേശവാസിയായ ഒരു വനിതയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ആരോപിച്ച് പാണാടൻ പിങ്കി രംഗത്തെത്തി. ചാലക്കുടിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. നവകേരള സദസ്സിന്റെ സംഘാടനത്തിന് വേണ്ടി പൊളിച്ചു നീക്കിയ MES അസ്മാബി കോളേജിന്റെ ചുറ്റുമുതൽ പുനഃസ്ഥാപിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് SN മണ്ഡലം കമ്മിറ്റി മനുഷ്യമുതൽ ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ റെയ്ഡിൽ TKS പുരത്ത് നിന്നും ചാരായം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ വാഷും 110 ഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. കൊടുങ്ങല്ലൂർ ആനപ്പുഴ തായാട്ടുപറമ്പിൽ 29 വയസ്സുള്ള ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ശ്യാംനാഥും സംഘവും അറസ്റ്റ് ചെയ്തത്. മാള ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പിലെ ജനവാസ മേഖലയിൽ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AC ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂരിൽ മുള്ളൻ പന്നിയെ വണ്ടിയിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തൻപള്ളി കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിൽ ഇന്ന് രാവിലെയാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലൂടെ ചക്രം കയറിയിറങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ വാഹനം ഇടിച്ചതാകാമെന്നാണ് നിഗമനം. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.